കേരള PSC പരീക്ഷകൾക്ക് ഏതെങ്കിലും ഒരു ഹോട്ട് ടോപ്പിക് ഒഴിവാക്കി പഠിക്കുന്നത് ഒട്ടും ഗുണകരമല്ല. ജോഗ്രഫിയിൽ സൂര്യന്റെ അയനവും ഋതുക്കളും PSC പരീക്ഷകളിൽ പതിവ് ആളുകളാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിലെ ഡേറ്റുകളൊക്കെ കൺഫ്യൂസിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണ് പതിവ് പല ഉദ്യോഗാർത്ഥികളും. പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യന്റെ അയനവും ഋതുക്കളും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മളോടൊപ്പം പോരുന്നതേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൂര്യന്റെ അയനവും ഋതുക്കളുമാണ്. എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോ എജുവിൻ്റെ PSC കംപ്ലീറ്റ് ഗൈഡ് സീരീസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ വിശദമായ നോട്ടുകൾ, ഇതിൽ നിന്നുള്ള പോളുകൾ, കൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ഓൺലൈൻ എക്സാമും, ഒരു 5-6-7 ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ എക്സാമും നമ്മൾ നടത്തും. ഇതുകൂടാതെ ദിവസവും ഇതിൽ നിന്നുള്ള പോളുകളും സ്മാർട്ട് നോട്ടുകളും ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. ഇപ്പൊ സൂര്യന്റെ അയനം ഋതുക്കൾ. സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യന്റെ അയനം അവിടേക്ക് പോവുകയാണ്. അതിന് ഭൂമിയിലെ 2 അർദ്ധഗോളങ്ങളിലുമുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൗരോർജ ലഭ്യതയിൽ കാലികമായ വ്യത്യാസം അനുഭവപ്പെടുന്നു. ഈ കാലികമായ വ്യത്യാസം, അതായത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ് സൗരോർജം ലഭ്യമാകുന്നത്. കേരളത്തിൽ ജൂൺ മാസത്തിൽ ലഭിക്കുന്ന സൗരോർജമല്ല അമേരിക്കയിലെ ഒരു പ്രദേശത്തിൽ ജൂൺ മാസത്തിൽ ലഭിക്കുന്ന സൗരോർജം. കേരളത്തിൽ തന്നെ ജൂൺ മാസത്തിൽ ലഭിക്കുന്ന സൗരോർജമല്ല. കേരളത്തിൽ വലിയ വ്യത്യാസമില്ല, മറ്റു പ്രദേശങ്ങളിൽ വലിയ വ്യത്യാസമാണ്. എങ്കിൽ പോലും കേരളത്തിൽ ജൂൺ മാസത്തിൽ ലഭിക്കുന്ന സൗരോർജമല്ല, അല്ലെങ്കിൽ സൂര്യപ്രകാശമല്ല ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നത്. ഇങ്ങനെ കാലികമായ വ്യത്യാസമുണ്ട്, വ്യത്യസ്ത പ്രദേശങ്ങളിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് ഋതുക്കൾക്ക് കാരണമാകുന്നത്. അപ്പൊ ഭൂമിയിലെ 2 അർദ്ധഗോളങ്ങളിലുമുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൗരോർജ ലഭ്യതയിൽ കാലികമായ വ്യത്യാസം അനുഭവപ്പെടുന്നു. അതായത് പ്രദേശങ്ങളിൽ ലഭിക്കുന്ന സൗരോർജം ഒരേ കാലത്ത് തന്നെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഒരേ പ്രദേശത്ത് വ്യത്യസ്ത കാലങ്ങളിൽ ലഭിക്കുന്ന സൗരോർജവും വ്യത്യസ്തമാണ്. ഇതാണ് ഋതുക്കൾക്ക് കാരണം. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലാണ് ഋതുക്കളുടെ പ്രധാന സവിശേഷത. ഈ സൗരോർജ ലഭ്യതയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തത ഉണ്ടാകുന്നത്? അതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ്. ഭൂമിയുടെ പരിക്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്, അല്ലെ? ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം ചുറ്റുന്നു. അതാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഇതാണ് ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്നത്. എന്നാൽ ഇത് കൂടാതെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്. ഭൂമി ആരെ ചുറ്റുന്നു? സൂര്യനെ ചുറ്റുന്നുണ്ട്. അത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ്. അങ്ങനെ ഭൂമിയുടെ ദീർഘവൃത്താകൃതിയിലൂടെയുള്ള സൂര്യനെ ചുറ്റിയുള്ള ഈ ഭ്രമണമാണ് പരിക്രമണം എന്നറിയപ്പെടുന്നത്. അതാണ് പരിക്രമണം. മറ്റത് സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത് എന്താണ്? ഭ്രമണമാണ്. എന്നാൽ ഭൂമി ദീർഘവൃത്താകൃതിയിലുള്ള പരിക്രമണ പഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നത് എന്താണ്? അതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഈ പരിക്രമണം കൂടാതെ തന്നെ ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ അതിന്റെ അച്ചുതണ്ട് നേരെ ഇങ്ങനെ കുത്തനെയല്ല, അങ്ങനെ ഒന്ന് ചെരിഞ്ഞിട്ടാണ്. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ അതിന്റെ അച്ചുതണ്ട് ചെരിഞ്ഞിട്ടാണ് ചുറ്റുന്നത്. അത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവാണ്. ഈ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരിവുമാണ് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത അളവിൽ സൗരോർജം ലഭിക്കുന്നതിനുള്ള കാരണം. അഥവാ ഈ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും
പരിക്രമണവുമാണ് ഋതുക്കൾക്കു കാരണം. അപ്പൊ ഋതുക്കൾക്കു കാരണം പരിക്രമണവും അച്ചുതണ്ടിന്റെ ചരിവും. ദിനരാത്രങ്ങൾക്ക് കാരണം എന്താണ്? ദിനരാത്രങ്ങൾക്ക് കാരണം ഭൂമിയുടെ ഭ്രമണവും. മനസ്സിലായല്ലോ? സിമ്പിളാണ് ഇത്. ഇനി ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അപ്പൊ ഭൂമിയുടെ പരിക്രമണത്തിന്റെയും അച്ചുതണ്ടിന്റെ ചെരിവിന്റെയും പ്രഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ്, സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വെക്കുന്നത്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. 365 ദിവസം വേണം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ. എന്നാൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചെരിവുണ്ട്. അപ്പൊ നിങ്ങൾ ഇതാണ് പരിക്രമണം ചെയ്യുന്ന ഭൂമിയുടെ പാത എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഒരു കടലാസാണ്ട് വെച്ചാൽ ആ പരിക്രമണ തലത്തെ ആ കടലാസിൽ സൂചിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു കടലാസ് വെച്ചു. ഇങ്ങനെ കടലാസ് വെച്ചാൽ ആ പരിക്രമണ തലം ഉൾക്കൊള്ളില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ പരിക്രമണ തലം. ആ പരിക്രമണ തലം എടുക്കുകയാണെങ്കിൽ ആ പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചെരിവുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിന്. പക്ഷെ സാധാരണ ചെരിവ് പറയാൻ ലംബത്തിൽ നിന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഭൂമിക്ക് 23.5 ഡിഗ്രി ചെരിവാണ് ലംബമായിട്ട് എടുക്കുമ്പോൾ. ഈ 66.5യും 23.5യും കൂടി കൂട്ടിയാൽ 90 ഒന്ന് ഓർത്തു വെച്ചോളൂ. ഈ 66.5യും 23.5 ഡിഗ്രിയും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇപ്പൊ ഭൂമി അതിന്റെ പരിക്രമണ തലത്തോട് 66 ഡിഗ്രി ചെരിവും ലംബതലത്തിൽ 23 ഡിഗ്രി ചെരിവിലുമുള്ള ഒരു അച്ചുതണ്ടിലാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പൊ ഭൂമിയുടെ ഈ സ്ഥിരമായ ചെരിവ്, ഇതൊരു സ്ഥിരമായ ചെരിവാണ്. അതായത് പരിക്രമണ കാലയളവിലുടനീളം ഈ ലംബതലത്തിനോട് 23.5 ഡിഗ്രി ചെരിഞ്ഞ്, അല്ലെങ്കിൽ ലംബത്തിനോട് 23.5 ഡിഗ്രി ചെരിഞ്ഞ്, അല്ലെങ്കിൽ പരിക്രമണ തലത്തോട് 63.5 ഡിഗ്രി ചെരിഞ്ഞ്, ഈ 63.5യും ഈ 23.5 രണ്ടും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രി ചെരിഞ്ഞാണ് ഭൂമി ഭ്രമണം ചെയ്തത്. ഇത് പരിക്രമണ കാലയളവിലുടനീളം ഈ ചെരിവ് നിലനിർത്തും. പരിക്രമണ കാലയളവിലൂടെ നീളം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെരിവ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചെരിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ചെരിവ് മാറില്ല. ഈ ചെരിവ് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുമ്പോ ഈ ചെരിവ് ഒരിക്കലും മാറില്ല. അപ്പോ അച്ചുതണ്ടിന്റെ സമാന്തരത എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് അച്ചുതണ്ടിന്റെ സമാന്തരതയാണ്. അപ്പൊ എന്താ അച്ചുതണ്ടിന്റെ സമാന്തരത? പരിക്രമണ കാലയളവിലുടനീളം ഈ ലംബത്തിലുള്ള 23.5 ഡിഗ്രി ചെരിവും അതുപോലെ തന്നെ പരിക്രമണ തലത്തോടുള്ള 66 ഡിഗ്രി ചെരിവും ഭൂമി എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇതിനെ മറന്നു പോകണ്ട, അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയും. അച്ചുതണ്ടിന്റെ സമാന്തരത കണ്ടല്ലോ. അപ്പോ ഭൂമിയുടെ പരിക്രമണ തലത്തോട് ലംബത്തോട് 23.5 ഡിഗ്രി, എന്നാൽ പരിക്രമണ തലം എടുക്കുകയാണെങ്കിൽ 63.5 ഡിഗ്രി. അതവിടെ 66 ഡിഗ്രി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. 66യും 23.5യുമാണ്. അത് കൂട്ടിയാൽ 90 ഡിഗ്രി. 63 അല്ലേ? ഓക്കെ. അപ്പൊ ഭൂമി സൂര്യനെ വലം വെക്കുന്നത് ഏത് പഥത്തിലൂടെയാണ്? ഭൂമി സൂര്യനെ വലം വെക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള പഥത്തിലൂടെയാണ്. അത് ഓർക്കണം. ഭൂമി സൂര്യനെ വൃത്താകൃതിയിലല്ല, ദീർഘവൃത്താകൃതിയിലുള്ള പരിക്രമണ പഥമാണുള്ളത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് അങ്ങനെ ചോദിച്ചാൽ 23.5 ഡിഗ്രിയാണ്. പരിക്രമണ തലം എന്ന് പ്രത്യേകം ചോദിച്ചാൽ 66.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് പരിക്രമണ വേളയിൽ ഉടനീളം നിലനിർത്തുന്നത് എന്താണ് അറിയപ്പെടുന്നത്? അതാണ് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണ കാലാവധി 365 ദിവസമാണ്. ക്ലിയർ ആയല്ലോ? ഇനി സൂര്യനും ഭൂമിയും അടുത്തും അകന്നും. ഞാൻ പറഞ്ഞു, സൂര്യൻ എന്ന് പറയുന്നത് സൂര്യനെ കേന്ദ്രമാക്കിയാണ് ഭൂമി വലം വെക്കുന്നത്. ഇത് ദീർഘവൃത്താകൃതിയിലുള്ള പരിക്രമണ പഥത്തിലൂടെയാണ് വലം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ സമയത്തും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം തുല്യമായിരിക്കില്ല. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പരിക്രമണ പഥത്തിലൂടെയാണ്. അതിലാകട്ടെ സൂര്യനാകട്ടെ കൃത്യമായി അതിന്റെ മധ്യഭാഗത്തല്ല. അതുകൊണ്ട് തന്നെ ഭൂമി അകന്നും അടുത്തുമാണ് സൂര്യനെ ചുറ്റുന്നത്. ചില സമയങ്ങളിൽ അടുത്തു വരും, ചില സമയങ്ങളിൽ അകന്നു പോകും. അകന്നും അടുത്തുമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി സൂര്യനെ
വലം വെക്കുന്നത്, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം എന്ന് പറയും. ഇംഗ്ലീഷിൽ പെരിഹെലിയോൺ. ഏറ്റവും അകന്നു പോകുന്ന ദിനം സൂര്യവിദൂര ദിനം എന്ന് പറയും, അപ്ഹീലിയോൺ. അപ്പോ സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം. അല്ലെ, സൂര്യവിദൂര ദിനത്തെ അപ്ഹീലിയോൺ എന്നും സൂര്യൻ അടുത്തു വരുന്ന ദിനത്തെ പെരിഹീലിയോൺ എന്നും വിളിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കാം, സൂര്യൻ കണ്ടുവോ, ഏറ്റവും അടുത്തും അകന്നുമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ദീർഘവൃത്താകൃതിയിലാണ്. ഇനി ദിവസങ്ങളൊന്ന് ഓർത്തിരിക്കുക, എന്നിട്ട് നമുക്ക് ഇതിന്റെ വസ്തുതകളിലേക്ക് വരാം. ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആദ്യം ഈ ദിവസങ്ങൾ ഓർത്തതിന് ശേഷം ഇതിന്റെ വസ്തുത എന്താണെന്ന് പറയാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യം ഡേറ്റുകൾ മാത്രം നോക്കൂ. ഇതിലെ ഡേറ്റുകൾ മാത്രം നിങ്ങൾ നോക്കൂ. ഇതിലെ ഡേറ്റുകൾ മാത്രം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ 3 ഡേറ്റുകളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഏതെല്ലാമാണ് ആ ഡേറ്റുകൾ എന്ന് പറയുന്നത്? ഒന്ന് സെപ്റ്റംബർ 23 അതിൽ 23 മാത്രം ഒന്ന് ഓർത്തു വെച്ചു. 23 ഇത് നമുക്ക് വളരെ എളുപ്പം ഓർത്തു വെക്കാം, ഈ ദിനങ്ങൾ. അതിനുശേഷം ഇതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ പറയാം. പിന്നെ 21, പിന്നെ 22, പിന്നെ 21. നോക്കൂ, അപ്പൊ ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് 21 മറ്റൊന്ന് 22 മറ്റൊന്ന് 23. 21, 22, 23. നമുക്കറിയാം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് എന്ന് പറഞ്ഞാൽ 23.5 ഒക്കെ അടുത്തടുത്താണ് കിടക്കുന്നത്. പിന്നെ ഈ ദിനങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 21, 22, 23. അപ്പൊ 24 അടുത്തുള്ള ദിനങ്ങളാണെന്ന് ഓർത്തു നോക്കുക. 3 ദിനങ്ങൾ 21, 22, 23. ഇനി മാസങ്ങൾ നോക്കൂ. ഈ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജൂൺ മാസം, ഇവിടെ നമുക്ക് മാർച്ച് മാസം വരുന്നുണ്ട്, ജൂൺ മാസം വരുന്നുണ്ട്, സെപ്റ്റംബർ വരുന്നുണ്ട്, ഡിസംബർ വരുന്നുണ്ട്. മാർച്ച് എന്ന് പറഞ്ഞാൽ 3ാമത്തെ മാസമല്ലേ, അല്ലേ? ജൂൺ എന്ന് പറഞ്ഞാൽ 6ാമത്തെ മാസമല്ലേ? സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 9ാമത്തെ മാസമല്ലേ? ഡിസംബർ എന്ന് പറഞ്ഞാൽ 12ാമത്തെ മാസമല്ലേ? ഇപ്പൊ 3, 6, 9, 12. അതുവരെ ക്ലിയർ ആയല്ലോ? ഇത് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പോ ജൂൺ 21 എന്ന് ഓർത്ത് വയ്ക്കുക, മാർച്ച് 21 എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നീട് നിങ്ങൾ ജൂൺ 21 എന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ 2 21 വന്നു. പിന്നെ നമ്മൾ ഇവിടെ 21 കഴിഞ്ഞ് 22 പറയുന്നതിന് പകരം അറിയാതെ 21 പറഞ്ഞു. അപ്പൊ പക്ഷെ 21 എടുത്തു, ഇത് 22 ആയിട്ട് മനസ്സിൽ കരുതി. അപ്പൊ സെപ്റ്റംബർ 23 ഓർക്കുക. ഈ മറന്നുപോയ 22 ഡിസംബറിലും കൊടുത്തു എന്ന് വിചാരിക്കുക. നോക്കൂ, അപ്പോ 21, 23, 22. അപ്പൊ 3/21 എന്ന് പറഞ്ഞാൽ മാർച്ച് 21, 6/21 എന്ന് പറഞ്ഞാൽ ജൂൺ 21. അത് കഴിഞ്ഞാൽ 9ാമത്തെ മാസമാണ്, സെപ്റ്റംബർ ആണ്. ആ മാസം ഓർമ്മ അല്ലെങ്കിൽ 3, 6, 9, 12 എന്ന് ഓർത്ത് വെച്ചാൽ മതി, അതും മനസ്സിൽ നിൽക്കും. ഒക്കെ 3 മാസം വ്യത്യാസത്തിലാണ്. അപ്പൊ സെപ്റ്റംബർ 22, സെപ്റ്റംബർ 23. പിന്നെ ആ 22 പറയാൻ മറന്നുപോയി വിചാരിക്കുക. അപ്പൊ അത് ഡിസംബറിൽ കൊടുത്തു, ഡിസംബർ 22. 4 ദിനങ്ങളായല്ലോ. ദിനങ്ങളുടെ പ്രത്യേകത നമുക്ക് പറയാം. അച്ചുതണ്ടിന്റെ പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഉറപ്പായി, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമി പരിക്രമണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്. ആ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ സൂര്യൻ ചലിക്കുന്നില്ല. പക്ഷേ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മാറുന്നു, അല്ലെങ്കിൽ സൂര്യന് ഒരു പ്രത്യക്ഷ ചലനം ഫീൽ ചെയ്യുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ സൂര്യൻ ചലിക്കുന്നില്ല, പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് ചലിക്കുന്നതായി തോന്നുന്നു. ഭൂമിയുടെ ഭ്രമണം കാരണം സൂര്യൻ എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഇങ്ങനെ സ്ഥിരം പോണത് കാണാം, അല്ലേ? പക്ഷെ കിഴക്കുദിക്കുന്ന സ്ഥാനം നമ്മൾ എല്ലാ ദിവസവും മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. എല്ലാ ദിവസവും ഒരേ സ്ഥാനത്തല്ല കിഴക്കുദിക്കുക, അതുപോലെ തന്നെ പടിഞ്ഞാറും അസ്തമിക്കുക. അതങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഭൂമിയുടെ ഈ അച്ചുതണ്ടിലെ ചെരിവും
ഭൂമിയുടെ പരിക്രമണവും മൂലം സൂര്യന്റെ പ്രത്യക്ഷ സ്ഥാനം അത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഭൂമി എന്ന് വിചാരിച്ചോളൂ. സോറി, അപ്പൊ ഇത് ഭൂമിയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് വായിക്കട്ടെ കേട്ടോ, ഒന്ന് വായിക്കട്ടെ. നമ്മുടെ ഭൂമിയെ നമുക്കൊന്ന് വരയ്ക്കാം. ഭൂമിയെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് പറയാം. ഇതാണ് ഭൂമി എന്ന് വിചാരിച്ചോളൂ. ഇതാണ് ഭൂമധ്യരേഖ എന്ന് വിചാരിച്ചോളൂ. ഭൂമിയുടെ പരിക്രമണം കാരണം ഭൂമിയാട്ടോ അല്ലട്ടോ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രത്യക്ഷമായ സൂര്യന്റെ ചലനം, സൂര്യന്റെ ആപേക്ഷിക ചലനം കാണിക്കുന്നതിന് വേണ്ടി പരിക്രമണം മൂലം 2 തരത്തിലുള്ള ആപേക്ഷിക ചലനമാണ് സൂര്യനുള്ളത്. ഒന്ന് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നും എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു ഈ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും, അച്ചുതണ്ടിന് എത്രയാ ചെരിവ്? 23.5 ഡിഗ്രി. ആ അച്ചുതണ്ടിന്റെ ചെരിവും കാരണം നമുക്ക് എന്ത് തോന്നും? സൂര്യൻ ചലിക്കുന്നതായിട്ട് തോന്നും. മറ്റൊരു തരത്തിൽ എല്ലാ ദിവസവും കിഴക്ക് മാത്രം എടുത്ത് നോക്കി യോജിപ്പിക്കുകയാണെങ്കിൽ സൂര്യൻ 23.5 ഡിഗ്രി ഉത്തരായന രേഖയ്ക്കും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രി ദക്ഷിണായന രേഖയ്ക്കും. അപ്പൊ നോക്കൂ, ഭൂമിയുടെ ചെരിവ് എത്രയാ? ഭൂമിയുടെ ചെരിവ് 23.5 ഡിഗ്രി. അച്ചുതണ്ടിന്റെ ചെരിവ്. ഉത്തരായന രേഖ എത്രയാ? 23.5 ഡിഗ്രി. ദക്ഷിണായന രേഖ എത്രയാ? 23.5 ഡിഗ്രി. ദക്ഷിണാർദ്ധഗോളത്തിലുള്ള 23.5 ഡിഗ്രി ദക്ഷിണായന രേഖ. ഇവിടെ ഞാൻ ഇത് 2 തുല്യ ദൂരം തന്നെയാണ്. ഞാനത് മാർക്ക് ചെയ്തതിൽ ഉള്ള തകരാറാണ്. 23.5 ഡിഗ്രി. ഇതിനിടയിൽ അയനം ചെയ്യുന്നു സൂര്യൻ. അയനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. ആ അയനം ചെയ്യുന്നതാണ് ഉത്തരായന രേഖ. അതുവരെ പോവുള്ളൂ. ഇപ്പൊ എത്ര സിമ്പിളായി. ഇതാണ് ദക്ഷിണായന രേഖ, അത്ര വരെ പോവുള്ളൂ. ഇപ്പൊ ദക്ഷിണായന രേഖ എന്താണെന്ന് മനസ്സിലായി. സൂര്യന്റെ അയനം അതുവരെ പോകുന്നുള്ളൂ. അയനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. അത് കടന്നു പോകുന്നില്ല സൂര്യന്റെ പ്രത്യക്ഷ ചലനം. മറ്റൊന്നെന്താ? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും 23.5 ഉത്തരായന ദക്ഷിണായന രേഖകളും 23.5. ഇങ്ങനെ കണക്ട് ചെയ്ത് കൺസെപ്റ്റ് വെച്ച് പഠിച്ചാൽ നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോ ഇതാണ് സൂര്യന്റെ അയനം. ഈ എന്താണ് പറയുക, ആപേക്ഷിക ചലനമാണ്. സൂര്യന്റെ ഈ ആപേക്ഷിക ചലനത്തെയാണ് അയനം എന്ന് പറയുന്നത്. പരിക്രമണം മൂലമുണ്ടാകുന്ന ആപേക്ഷിക ചലനമാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. അത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലാണ്. ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. രണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരായന രേഖ 23.5 ദക്ഷിണായന രേഖയും 23.5 ഡിഗ്രിയാണ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണം. സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. കാരണം എന്താ? സൂര്യൻ അയനം നടത്തുകയാണ്. അങ്ങനെ അയനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ സൂര്യൻ ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നേരിട്ട് സൂര്യപ്രകാശം ഇവിടെ ലഭിക്കുക. ഇവിടേക്കൊക്കെ നല്ല പ്രകാശം ചെരിഞ്ഞിട്ടാണെങ്കിലും ലഭിക്കും. പക്ഷെ കുറച്ച് ദൂരത്തേക്ക് പോയാൽ സൂര്യന്റെ പ്രകാശം വളരെ കുറവാണ്. അതേസമയം സൂര്യൻ കുറച്ച് കഴിഞ്ഞാൽ ഭൂമധ്യരേഖയിലെത്തും. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്താണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുക. അതേസമയം ഇവിടെ എത്തുമ്പോഴോ സൂര്യന്റെ പ്രകാശം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വളരെ വളരെ കുറവായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പോ അതൊക്കെ ആയല്ലോ. അപ്പൊ ഇവിടെ സൂര്യന്റെ അയനം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. സൂര്യന്റെ അയനം മൂലമാണ് സൂര്യപ്രകാശം ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്. അതാണ് ഋതുക്കൾക്ക് കാരണം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രി ആണെന്ന് ക്ലിയർ ആയല്ലോ. ആ 23.5 ഡിഗ്രി ചെരിവും പരിക്രമണവും കാരണം സൂര്യൻ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലാണ് സൂര്യന്റെ ആപേക്ഷിക ചലനം എന്ന് മനസ്സിലായല്ലോ. അതിനെയാണ് അയനം എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇത്ര സിമ്പിളാണ് അല്ലേ? ഇത് ഇത്ര പ്രയാസമുള്ള ഒരു ഭാഗമായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. അങ്ങനെ സൂര്യരശ്മികൾ ഇവിടെ നമുക്ക് ഒന്ന് പറയാൻ പറ്റും. സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും
മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലും സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്നു. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടങ്ങളിൽ ചൂട് പൊതുവെ കൂടുതലായിരിക്കും. സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുകയാണെങ്കിൽ അവിടെ ചൂട് നന്നായിട്ടുണ്ടായിരിക്കും. ലംബമായിട്ട് പതിക്കുമ്പോൾ അവിടെ ആയിരിക്കും ചൂട്. അപ്പൊ സൂര്യന്റെ സ്ഥാനം എവിടെയാവുമ്പോ ഈ ഭൂമധ്യരേഖയിൽ നല്ല ചൂടായിരിക്കും അല്ലേ. ഇവിടെ സൂര്യന്റെ സ്ഥാനം ഈ ഉത്തരായന രേഖയ്ക്ക് മുകളിലായിരിക്കുമ്പോ അവിടെ നല്ല ചൂടായിരിക്കും. അത് സൂര്യന്റെ ഈ അയനമാണ് അവിടെ ചൂടിന്റെ ഏറ്റക്കുറച്ചിൽ താപനിലയിലുള്ള വ്യത്യാസത്തിൽ കാരണമാകുന്നത്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന ദിവസത്തിന് എന്ത് പേരാണ്? അത് പെരിഹീലിയോൺ അഥവാ സൂര്യ സമീപ ദിനം എന്നും, ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്ന് സ്ഥിതി ചെയ്യുന്ന ദിനം സൂര്യ വിദൂര ദിനം അഥവാ പെരിഹീലിയോൺ എന്നും അപ്ഹീലിയോൺ എന്നും അറിയപ്പെടുന്നു. ഇത് അപ്ഹീലിയോൺ എന്നും അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. സൂര്യന്റെ ഒരു അയനവും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ഋതുക്കൾ. സൂര്യന്റെ അയനം മൂലമാണ് വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചക്രികമായി ആവർത്തിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ഋതുക്കൾ എന്ന് പറയുന്നത് സൂര്യന്റെ സൗരോർജത്തിലുള്ള വിതരണത്തിലുള്ള വ്യത്യാസം കാരണമാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. സൗരോർജത്തിന്റെ വിതരണത്തിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകുന്നത് സൂര്യന്റെ അയനം മൂലമാണ്. സൂര്യന്റെ അയനം സംഭവിക്കുന്നതായിട്ട് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും പരിക്രമണ കാലയളവിലുടനീളം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന്റെ ചെരിവ് നിലനിർത്തുന്നതുമാണ്. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഋതുക്കൾ ഉണ്ടാകുന്നു. ആ ഋതുക്കളിൽ പ്രധാനമായി 4 ഋതുക്കൾ: വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം. ഈ ഹേമന്തകാലത്തെ തന്നെ ശിശിരകാലം എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഗ്രീഷ്മകാലമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. ഗ്രീഷ്മകാലത്തെ വേനൽക്കാലം എന്നും പറയും, ഹേമന്തകാലത്തെ ശിശിരകാലം എന്നും പറയും. ഇനി ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എടുക്കുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താ? ഉഷ്ണമേഖലാ പ്രദേശം ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുപാടുമുള്ള പ്രദേശമാണ് ഈ ഉഷ്ണമേഖലാ പ്രദേശം എന്ന് പറയുന്നത്. ഈ ഉഷ്ണമേഖലാ പ്രദേശത്തിൽ നിങ്ങൾ നോക്കിയോ, സൂര്യൻ ഇവിടെ നിന്ന് ഇതുവരെയാ പോകുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഉഷ്ണമേഖലാ പ്രദേശത്തിൽ സൂര്യൻ കണ്ടുപോയാലും അത്യാവശ്യം ചൂട് ഇവിടെയൊക്കെ ലഭിക്കും. ഇനി ഇങ്ങോട്ട് പോയാലും അത്യാവശ്യം ചൂട് ഇങ്ങോട്ടൊക്കെ ലഭിക്കും. ഈ പ്രദേശങ്ങളുടെ പോലെയോ അല്ല. കാരണം സൂര്യൻ ഇവിടെയാകുമ്പോൾ ഈ പ്രദേശത്ത് ചൂട് ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ ഈ കടക്കുന്ന ഭാഗത്ത്, ഈ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുപാടുമുള്ള ഭാഗത്ത് അങ്ങനെയല്ല. അതാണ് ഉഷ്ണമേഖലാ പ്രദേശം. ആ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സൂര്യന്റെ ചൂട് വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ലഭിക്കും. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് ഉഷ്ണമേഖലാ പ്രദേശത്ത്. താപനിലയിൽ വലിയ വ്യത്യാസമില്ല. താപനിലയിൽ വ്യത്യാസമില്ലെങ്കിൽ വലിയ വ്യത്യാസമുണ്ട്. താപനിലയിൽ ഒട്ടും വ്യത്യാസമില്ലെങ്കിൽ ഋതുക്കൾ ഉണ്ടാവില്ല. ഈ ഉഷ്ണമേഖലാ പ്രദേശത്ത് താപനിലയിൽ വലിയ വ്യത്യാസങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഋതുഭേദങ്ങൾ വ്യക്തമായി അനുഭവപ്പെടാറില്ല. പ്രധാനമായും മൺസൂൺ കാലാവസ്ഥയും വേനൽക്കാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്താണ്, ഭൂമധ്യരേഖയ്ക്ക് സമീപമാണ്. വർഷം മുഴുവൻ ചൂടും സൂര്യപ്രകാശവും ലഭിക്കുന്നുണ്ട്. താപനിലയിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ ശൈത്യകാലം അനുഭവപ്പെടാറില്ല. ഋതുക്കൾ വ്യക്തമായി നമുക്ക് അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഋതുക്കളെ ഈ വസന്തകാലം, ഗ്രീഷ്മകാലം, ശൈത്യകാലം, ശിശിരകാലം എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് മൺസൂണും വേനൽക്കാലവുമായിട്ട് പിരിക്കുകയാണ് നല്ലത്. അതിൽ ശൈത്യകാലവും വരും. അതിലൊരു കാലമാണ് മൺസൂൺ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മസ്കരിൻ ഹൈയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉയർന്ന മർദ്ദം വൻകര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം, അത് കാരണം അവിടെ നിന്ന് കാറ്റ് ഇവിടേക്ക് വരുന്നു. പക്ഷെ കൊറിയോലിസ് ബലം മൂലം തെക്ക് നിന്ന് ആദ്യം കിഴക്കോട്ടാണ് വീശുക. ഭൂമധ്യരേഖ കടക്കുമ്പോൾ അത് കിഴക്ക് നിന്നുള്ളത് കൊറിയോലിസ് ബലം കാരണം പടിഞ്ഞാറോട്ടേക്ക് മാറും. അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആവും. അതിന് സൊമാലിയൻ ജെറ്റ് വലിയ പങ്കുവഹിക്കുന്നു എന്നൊക്കെ ഇന്നലെ പറഞ്ഞു. ആ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇടവപ്പാതിക്കാലം എന്നും പറയും. ഇടവപ്പാതി എന്നും പറയും. അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്.
ഇനി അത് കഴിഞ്ഞാൽ ശൈത്യകാലം എത്തും. ശൈത്യകാലം എത്തുമ്പോൾ മൊത്തം ഋതുക്കളിലെ ശൈത്യകാലം എത്തുന്നു. ശൈത്യകാലം എത്തുമ്പോൾ നമ്മുടെ ഏഷ്യൻ വൻകര തണുക്കുന്നു, എന്നാൽ സമുദ്രം ചൂടുപിടിക്കുന്നു. അപ്പൊ ഉയർന്ന മർദ്ദം ഏഷ്യൻ വൻകരയ്ക്ക് മുകളിലാണ്. ഇന്നലത്തെ ക്ലാസ് കണ്ടാൽ മതി നിങ്ങൾ, അപ്പൊ ഈ ഭാഗം മനസ്സിലാവും. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനമർദ്ദമാണ്. അപ്പൊ അവിടെ നീണ്ടു കാറ്റ് വീശും. അപ്പൊ അത് എന്തായിരിക്കും? വടക്ക് കിഴക്കൻ മൺസൂൺ ആയിട്ട് മാറും. ഇങ്ങനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, അഥവാ ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെ. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ശൈത്യകാലം മിതമായ തണുപ്പാണ്, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. മാർച്ചിലാണ് ചൂട് കൂടുക, മെയ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇടവപ്പാതി വന്നു. ഇടവം 15 ആയതുകൊണ്ടാണ് ഇടവപ്പാതി എന്ന് പറയുന്നത്. ജൂൺ സെപ്റ്റംബർ ഓണക്കാലം. ഓണക്കാലം കഴിഞ്ഞാൽ ഒക്ടോബറിലും നവംബറിലും തുലാവർഷം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സൂര്യന്റെ അയനം മൂലമുണ്ടാകുന്ന പ്രധാന പ്രതിഭാസം ഋതുഭേദങ്ങളാണ്. കേരളത്തിൽ ഏതു മാസങ്ങളിലാണ് വലിയ അളവിൽ, വലിയ അളവിലല്ല, വലിയ അളവിൽ മഴ ലഭിക്കാറുള്ളത്? അത് ജൂൺ മുതൽ നവംബർ വരെയാണ്. തുലാവർഷം എന്നത് ഏതു മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്? അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. കേരളത്തിൽ വ്യക്തമായ ശൈത്യകാലം അനുഭവപ്പെടാത്തതിന് പ്രധാന കാരണം എന്താണ്? കേരളം ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അവിടെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടില്ല. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമാണ് കേട്ടോ. ഞാൻ ഇത് മൊത്തം എടുത്ത് തരുന്നത് CRT ബുക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോട്ടാക്കി തന്നു എന്ന് മാത്രം. അതിലൊരു ചോദ്യമാണ്, കേരളത്തിൽ എന്തുകൊണ്ട് ഋതുഭേദങ്ങൾ പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നില്ല? ഉഷ്ണമേഖലാ പ്രദേശത്താണ്. അവിടെ സൂര്യപ്രകാശത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ കാലത്തിനനുസരിച്ച് ഉണ്ടാവാറില്ല. ആ 23 ഡിഗ്രിക്കും 23 ഡിഗ്രിക്കും ഇടയിലുള്ള സൂര്യന്റെ ചലനം, അതുകൊണ്ട് ഏറെക്കുറെ ഒരേപോലെയുള്ള ചൂടാണ് കിട്ടുക. അതുകൊണ്ട് ഋതുഭേദങ്ങൾ വല്ലാതെ നമുക്ക് അനുഭവപ്പെടില്ല. ഇനി സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്ന കേസിലേക്ക് പോകാം. എന്താണ് സമരാത്ര ദിനങ്ങൾ? ദിനവും രാത്രിയും തുല്യമായ ദിവസങ്ങളാണ് സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാകുമ്പോഴാണ്. സൂര്യന്റെ ഈ അയനത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാകുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാകുക. രണ്ട് സന്ദർഭങ്ങളിലാണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാകുന്ന ഈ രണ്ട് സന്ദർഭങ്ങൾ. അതേതെല്ലാമാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. സൂര്യൻ ഇപ്പൊ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാണ്. ഇത് അയനാന്തങ്ങളാണ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇവിടെ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാണ് സൂര്യൻ ഇപ്പോ. അത് ആലോചിക്കുക. അങ്ങനെ സൂര്യൻ നേർക്ക് നേരെ വരുന്നതാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അത് ഓർത്തിരിക്കുക. ആ മാർച്ച് 23 സെപ്റ്റംബർ 21 നമ്മൾ പറയുക വിഷുവങ്ങൾ എന്നാണ്. കാരണം അന്ന് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എന്ത് ചെയ്യും? ഒരേപോലെ ആയിരിക്കും സൂര്യപ്രകാശം ലഭിക്കുക. മാത്രമല്ല രാത്രിയും പകലും തുല്യമായിരിക്കും. ഏറെക്കുറെ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും ഏകദേശം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ലഭിക്കും. ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ മാർച്ച് മാസവും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസവുമാണ്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഓർക്കുക. അപ്പോ സമരാത്ര ദിനങ്ങൾ എന്നത് എപ്പോൾ സംഭവിക്കുന്നു? വിഷുവങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് സൂര്യരശ്മികൾ ലംബമായി വീഴുന്ന ദിനങ്ങൾ സൂര്യരശ്മികളാണ്. സൂര്യരശ്മികൾ ലംബമായി വീഴുന്ന ദിനങ്ങൾ അത് മാർച്ച് 21 സെപ്റ്റംബർ 23 ഓർക്കുക. സമരാത്ര ദിനങ്ങൾ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും എന്താണ് പ്രത്യേകത? ഏറെക്കുറെ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഏറെക്കുറെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ടവർ ഈ ക്ലാസ് മനസ്സിലായോ, ജോഗ്രഫി എളുപ്പമാണോ എന്നൊക്കെ പറഞ്ഞാലൊന്ന് നന്നായിരുന്നു. കൂടാതെ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.